എൻ്റെ കൂടെയുള്ളത് വെതർമാൻ എന്നറിയപ്പെടുന്ന സജാദാണ്. നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. മഴ തന്നെയാണ് വിശേഷം. നമുക്ക് പ്രധാനപ്പെട്ട നമ്മളൊരു മഴയിൽ നിന്ന് ഒരു മഴയുടെ കെടുതിയിൽ നിന്നുള്ള മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മെയ് 2 ഉണ്ടാകുന്ന മഴ എന്തുമാത്രം തീവ്രമായിരിക്കും യു എയിൽ? ആക്ച്വലി എമിറേറ്റ്സിൽ യു എയിൽ മെയ് 2 മാത്രമേ മഴ സാധ്യതയുള്ളൂ. മെയ് 2 ഏകദേശം വ്യാഴാഴ്ച രാവിലെയോടുകൂടി തുടങ്ങിയിട്ട് ഏകദേശം രാത്രിയോടുകൂടി അവസാനിക്കും. ഓക്കെ. ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ടുള്ള മഴ. ഓക്കെ. കഴിഞ്ഞ തവണ ഉണ്ടായ മഴയുടെ അത്ര തീവ്രതയുണ്ടോ എന്നുള്ളതാണ്. ആ തീവ്രതയൊന്നുമില്ല. ഏകദേശം ഒരു 20 മുതൽ 45 mm വരെയുള്ള മഴ മാത്രമേ യു എയിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലഭിച്ചത് ഏകദേശം 150 mm മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത്രയ്ക്കൊന്നും ഇപ്രാവശ്യം ഇല്ല. ഏകദേശം മാക്സിമം ഒരു 45-50 mm. യു എയിൽ ആകെ ഒരു കാലാവസ്ഥ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം 3 മാസത്തിനിടയ്ക്ക് രണ്ടാമത്തെ ശക്തമായ മഴയാണിത്. അത് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഓക്കെ. ഓക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഗ്ലോബലിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൽനിനോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ. ഈ എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സീ സർഫേസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ. അത് എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. 2016 ഇതേപോലെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എൽനിനോ ആക്റ്റീവായ സമയത്ത് യു എയിൽ ഒരുപാട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. 2016. ഓക്കെ. അതിനുശേഷം 2024 ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ. അതുകൊണ്ടാണ് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ജൂണിലും ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ഓക്കെ. ജൂണിലും സാധ്യതയുണ്ട്, മഴ സാധ്യതയുണ്ട്. ഓക്കെ. GCCയിൽ ആകെ ഒരു കാലാവസ്ഥ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലായിടത്തും ശക്തമായ മഴയൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടോ? ഇത് പതിവായിട്ട് ലഭിക്കുന്ന മഴയാണ്. ശരിക്കും സൗദിയിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശരിക്കും സ്പ്രിംഗ് സീസണിൽ എല്ലാ സൗദിയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ ലഭിക്കാറുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ വാർമിംഗ് എന്താ പറയുക എൽനിനോ സിസ്റ്റം കാരണം കൂടുതൽ അതിൻ്റെ ഒരു തീവ്രത കൂടുക ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് ശരിക്കും ഏപ്രിൽ മാസങ്ങളിൽ സിറ്റി പ്രദേശങ്ങൾ അങ്ങനെ കാര്യമായിട്ട് മഴ ലഭിക്കാറില്ല. പക്ഷേ ഈ 2-3 സിസ്റ്റം കാരണമാണ് കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ മഴ പെയ്യുന്നത് ഇപ്പം ശരിക്കും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുമ്പത്തെ വർഷങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സിറ്റി ഭാഗങ്ങളിൽ ഏപ്രിൽ മാസങ്ങളിൽ മഴ ലഭിച്ചിട്ടില്ല. ഓക്കെ. എമിറേറ്റ്സിൽ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പക്ഷേ എമിറേറ്റ്സിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ അതെന്ന് പറയുന്നത് മൗണ്ടെയ്ൻസ് അതുപോലെ ഡെസേർട്ട് ഏരിയയിൽ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സിറ്റി പ്രദേശങ്ങളിൽ എൻ്റെ അറിവിൽ ഇതുവരെ മഴ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അത്ര സ്ട്രോങ് ആയിരിക്കില്ല യു എയിൽ എന്ന് പറഞ്ഞു. യു എ അല്ലാതെ മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും GCCയിൽ എവിടെയെങ്കിലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മഴ സ്ട്രോങ് ആയിരിക്കുമോ? അതെ. ഇപ്പോൾ സൗദി, കുവൈത്ത് ഭാഗങ്ങളിൽ, ഓക്കെ, അതുപോലെ ബഹ്റൈനിലൊക്കെ ഇപ്പം മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. ഓക്കെ. ഇനി ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി ഖത്തറിലും മഴ ലഭിച്ചു തുടങ്ങും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു തീവ്രത ഖത്തർ, ബഹ്റൈൻ അതുപോലെ സൗദിയുടെ കിഴക്ക് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ദമാം, കഫ്ചി, ഹോഫുഫ്, പിന്നെ റിയാദിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ ആയിട്ട് ഒരു തീവ്ര എന്ന് പറയുന്നത് നാളെ രാത്രി എന്ന് വെച്ചാൽ ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള സമയങ്ങളിലാണ്. ഓക്കെ. ഒരു തീവ്രമായിട്ടുള്ള മഴ ഉണ്ടാവുക ഈ രാജ്യങ്ങളിൽ. അതിൻ്റെ ബാക്കിയാണോ? അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് എമിറേറ്റ്സിലേക്ക് വരുന്നത്. എമിറേറ്റ്സിൻ്റെ ഒരു ഡയറക്റ്റ് എഫക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് എഫക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മഴ വളരെ കുറഞ്ഞിട്ട് വരുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് എമിറേറ്റ്സിലേക്ക് വരുന്നതെന്ന് പറയുന്നത് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ആണ് എമിറേറ്റ്സിൽ എഫക്റ്റ് തുടങ്ങുന്നത്. അത് രാത്രി വരെ നീണ്ടു വെക്കും. അത് ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയുള്ള ആലിപ്പയൊക്കെയുള്ള ശക്തമായിട്ടുള്ള മഴയായിരിക്കും. പിന്നെ ഒരു വ്യാഴാഴ്ച ഉച്ചയോടുകൂടി അത് ഒമാനിലേക്ക് കിടക്കും. ഒമാനിലും പേമാരി പോലെ ആയിട്ടുണ്ടാവും. എന്തായാലും നന്ദി. ആളുകൾക്ക് അത് വലിയ ഉപകാരമാവട്ടെ.